ഏഞ്ചൽ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്നു ജീവമാർഗം. സർവലോകവും നേടിയാലും സമ്പത്ത് കുന്നുപോൽ കൂട്ടിയാലും ജുർമിക്കും ലോകത്തിൽ വാഴും. ജീവമാർഗം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് ബ്രദർ ഐപ്പ് ചെറിയാൻ, ബാംഗ്ലൂർ. പ്രാർത്ഥനയോടെ ഈ സന്ദേശം ശ്രവിച്ചാലും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായമാണ് നമ്മൾ ഇന്നും ചിന്തിക്കുവാൻ പോകുന്നത്. അതിൻ്റെ 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഇത് പറഞ്ഞ ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴിദൂരമുള്ള ഒലിവ് മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. തൻ്റെ ശിഷ്യന്മാർ ഭൂമിയുടെ അറ്റത്തോളം തൻ്റെ സാക്ഷികളാകും എന്ന് യേശു അവരോട് പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷമാണ് താൻ ആരോഹണം ചെയ്തത്. ഇത് പറഞ്ഞതിന് ശേഷം അവർ കാൺകെ അവൻ ആരോഹണം ചെയ്തു എന്നാണ് വായിക്കുന്നത്. വളരെ ലളിതമായി പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, അതായത് യേശു ആരോഹണം ചെയ്ത കാര്യം, വളരെ പ്രാധാന്യവും പ്രസക്തിയും ഉള്ള ഒന്നാണ്. സാധാരണ ആളുകൾ പറയാറുണ്ട്, യേശുവിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാന ഉപദേശങ്ങൾ, തൻ്റെ കന്യകാജനനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തൻ്റെ പാപമില്ലാത്ത ജീവിതം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ തൻ്റെ ക്രൂശ് മരണം, ശാരീരികമായ മരണം, ഉയർത്തെഴുന്നേൽപ്പ്, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പറയുമ്പോൾ പലരും മറന്നുപോകുന്ന ഒരു കാര്യമാണ് സ്വർഗാരോഹണം. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തതും വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. ആരും ഒരിക്കലും ഇതുപോലെ സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. മരിക്കാതെ സ്വർഗത്തിലേക്ക് പോയ ഏലിയാവിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തോട് കൂടെ നടന്ന് അപ്രത്യക്ഷനായ ഹാനോക്കിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ സ്വയം സ്വർഗാരോഹണം ചെയ്ത ഒരാൾ അത് യേശുക്രിസ്തു മാത്രമാണ്. അത് തൻ്റെ ശക്തിയെയാണ് കാണിക്കുന്നത്, മാത്രമല്ല താൻ ആരാണെന്നും കാണിക്കുന്നു. താൻ സ്വർഗാരോഹണം ചെയ്ത് ഈ ഭൂമിയിൽ നിന്നും പോയപ്പോൾ താൻ വ്യക്തമായി നമ്മോട് പറയുന്ന ഒരു കാര്യം, ഈ ഭൂമിയിൽ യേശു ചെയ്യാൻ ഉദ്ദേശിച്ചതെല്ലാം നിവർത്തിച്ചു എന്നതാണ്. ഇനി ഒന്നും ചെയ്യാനില്ല. പല ആളുകളും അവർ ഈ ലോകം വിട്ടു പോകുമ്പോൾ, മരണം വഴിയാണ് അവർ ലോകം വിട്ടു പോകുന്നത്, മിക്ക ആളുകൾക്കും പലതരത്തിലുള്ള നഷ്ടബോധങ്ങൾ ഉണ്ട്. പല കാര്യങ്ങളും ചെയ്യണമായിരുന്നു, പലതും പ്രതീക്ഷിച്ചു, പക്ഷേ ചെയ്യാൻ സാധിച്ചില്ല. എന്നാൽ യേശു അങ്ങനെയല്ല. താൻ ഈ ഭൂമിയിലേക്ക് എന്തിനു വന്നുവോ അത് മുഴുവൻ നിവർത്തിച്ചതിന് ശേഷമാണ് താൻ സ്വർഗാരോഹണം ചെയ്തത്. അന്ന് യെരുശലേമിന് അരികിലുള്ള ഈ ഒലിവ് മലയിൽ നിന്ന് താൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ 11 ശിഷ്യന്മാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതൊരു വലിയ സംഭവമൊന്നും ആയിട്ട് ആഘോഷിക്കപ്പെട്ടില്ല, കാരണം ശിഷ്യന്മാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത് സ്വർഗത്തിൽ അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം യേശു ഈ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, നമ്മളത് എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സകല ദൂതന്മാരും അവനെ നമസ്കരിക്കട്ടെ എന്ന് പറയുകയും ദൂതന്മാർ അവനെ നമസ്കരിക്കുകയും ചെയ്തു. അത് യേശു ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്ത് വരുന്ന സമയത്താണ്. ഇപ്പോഴിതാ യേശു ഭൂമിയിൽ തനിക്ക് ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും ചെയ്തതിന് ശേഷം, പിതാവിൻ്റെ ഹിതം പൂർണ്ണമായി നിവർത്തിച്ച ശേഷം താൻ മടങ്ങി സ്വർഗത്തിലേക്ക് പോവുകയാണ്. ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായും അത് സ്വർഗത്തിൽ ഒരു വലിയ ആഘോഷമായിരുന്നു. മറ്റൊന്ന്, ഇത് വേറെ ആർക്കും കഴിയാത്തതാണ്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോകാൻ വേറെ ആർക്കും സാധിച്ചിട്ടില്ല. യേശു മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ. തൻ്റെ സ്വർഗാരോഹണം യേശുവിൻ്റെ ഒരു പുതിയ ശുശ്രൂഷയുടെ തുടക്കമാണ്.
നമുക്കറിയാം, യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ താൻ ഒരു ശരീരത്തിലായിരുന്നു. ആ ശരീരത്തിന് പരിമിതികളുണ്ടായിരുന്നു. പരിമിതികളെന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത് തനിക്ക് ഒരു സ്ഥലത്ത് മാത്രമേ ആയിരിക്കുവാൻ കഴിയുമായിരുന്നുള്ളൂ. താൻ സ്വർഗാരോഹണം ചെയ്തു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവിന് പല സ്ഥലത്ത് പല ആളുകളുടെ ഉള്ളിൽ ഒരേ സമയത്തായിരിക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ യേശു സ്വർഗാരോഹണം ചെയ്തു കഴിയുമ്പോൾ സ്വർഗത്തിൽ താൻ ഒരു പുതിയ ശുശ്രൂഷ ആരംഭിക്കുകയാണ്. പാപത്തിൻ്റെ പരിഹാരമായി കാൽവരി ക്രൂശിൽ മരിക്കുകയും പാപങ്ങൾക്ക് പരിഹാരം വരുത്തുകയും ചെയ്തു. അത് താൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതാണ്. എന്നാൽ സ്വർഗത്തിൽ താൻ ചെയ്യുന്ന ശുശ്രൂഷ മഹാപുരോഹിത ശുശ്രൂഷയാണ്. അവൻ നമ്മുടെ മഹാപുരോഹിതനായിട്ടുള്ള ശുശ്രൂഷ ഇന്ന് സ്വർഗത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്വർഗാരോഹണം ചെയ്തപ്പോൾ ആ ശുശ്രൂഷ ആരംഭിച്ചു. താൻ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. നമുക്ക് വേണ്ടി വാദിക്കുന്ന മഹാപുരോഹിതൻ സ്വർഗത്തിലുണ്ട്. രണ്ടാമത്, യേശുവാണ് ഇനി മുതൽ തന്നിൽ വിശ്വസിച്ച് മരിക്കുന്നവരുടെ ആത്മാക്കളെ സ്വീകരിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യം നമുക്ക് അപ്പോസ്തല പ്രവൃത്തികളിൽ തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം സ്തേഫാനോസ് മരിക്കുന്ന സമയത്ത് നാം അത് കാണുന്നു. സ്വർഗം തുറന്നിരിക്കുന്നതും ഈ ക്രിസ്തു മഹിമയുടെ വലതുഭാഗത്ത് നിൽക്കുന്നതും സ്തേഫാനോസ് കണ്ടു. എൻ്റെ ആത്മാവിനെ സ്വീകരിക്കണമേ എന്ന് താൻ പറയുകയാണ്. അപ്പോൾ മഹാപുരോഹിത ശുശ്രൂഷയും മരിച്ച ദൈവമക്കളുടെ ആത്മാവിനെ സ്വീകരിക്കുന്ന ശുശ്രൂഷയും ഇത് രണ്ടും യേശു അന്നു മുതൽ ചെയ്യുകയാണ്. അതാണ് തൻ്റെ പുതിയ ശുശ്രൂഷ. നമുക്കറിയാം, യേശു തൻ്റെ ശിഷ്യന്മാർക്കൊരു പുതിയ ശുശ്രൂഷ കൊടുത്തു, എൻ്റെ സാക്ഷികളാകണം. അതേസമയം യേശുവും തൻ്റെ പുതിയ ശുശ്രൂഷ ആരംഭിച്ചു. പിന്നെ നമ്മളവിടെ വായിക്കുന്ന ഒരു മേഘം വന്ന് മൂടി. അപ്പോൾ ശിഷ്യന്മാർ യേശു ഉയർന്നു പോകുന്നത് കണ്ടു. പിന്നെ അവർ കാണുന്ന ഒരു മേഘമാണ്. അവസാനം അവർ ആകാശത്തേക്ക് നോക്കി നിന്ന് മേഘം മാത്രമേ കണ്ടുള്ളൂ. ഇതും വളരെ പ്രസക്തമായൊരു കാര്യമാണ്. കാരണം വെളിപ്പാട് പുസ്തകത്തിൽ അവൻ മേഘാരൂഢനായി വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, അവിടെ ഉണ്ടായിരുന്ന 2 പുരുഷന്മാർ, അവർ ദൈവദൂതന്മാരാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. അവർ അവരോടുകൂടെ നിന്നു, ഭൂമിയിൽ തന്നെ നിന്നു. അവർ സ്വർഗത്തിൽ നിന്ന് വരുന്നതൊന്നും ശിഷ്യന്മാർ കണ്ടില്ല. എന്നിട്ട് ആ ദൂതന്മാർ ഗലീല പുരുഷന്മാരോട് സംസാരിക്കുകയാണ്. അവരോട് താൻ പറയുന്നത്, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അവർ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം യേശു ഇങ്ങനെ തന്നെ, അതായത് ഒരു മേഘത്തിലായിരിക്കും താൻ മടങ്ങി വരുന്നത്. താൻ ആ സ്ഥലത്ത് തന്നെ വരും. ഈ ഒലിവ് മലയിൽ തന്നെ താൻ മടങ്ങി വരും. പോയതുപോലെ തന്നെ വരുമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു ഒലിവ് മലയിൽ മടങ്ങി വരും എന്ന കാര്യം ആ ദൂതന്മാർ ശിഷ്യന്മാരോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഇവിടെ മുകളിലേക്ക് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്യുക. ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ലോകമൊക്കെയും ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷികളാകുക. യേശു തൻ്റെ പുതിയ ശുശ്രൂഷ ചെയ്യുവാൻ സ്വർഗത്തിലേക്ക് കരയേറിപ്പോയി. ശിഷ്യന്മാർ അവരുടെ ശുശ്രൂഷ ഈ ഭൂമിയിൽ തുടരണം. ആ ദൂതന്മാർ ആ ശിഷ്യന്മാരോട് പറഞ്ഞത് അതാണ്. ഇനി നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിന്ന് സമയം കളയണ്ട. നിങ്ങളോട് കൽപ്പിച്ച കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പോൾ എന്താണ് അവർ ചെയ്തത്? അവർ യെരുശലേമിന് സമീപത്ത് ഒരു ശബത്ത് ദിവസത്തെ വഴി ദൂരമുള്ള ഒലിവുമല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവർക്ക് പിന്നെ ദുഃഖമില്ല. അവർ വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അവരോട് കർത്താവ് പറഞ്ഞ കാര്യം ചെയ്യാൻ അവർ മടങ്ങിപ്പോന്നു. അപ്പോൾ സ്വർഗാരോഹണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശു ക്രിസ്തു തൻ്റെ പുതിയ ശുശ്രൂഷ ആരംഭിച്ചു. അതോടൊപ്പം നമ്മൾ ശിഷ്യന്മാർ നമ്മുടെ ശുശ്രൂഷ ഈ ഭൂമിയിൽ തുടരണം. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.